ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചെമ്പന്നൂർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്തെന്ന് നോക്കിയാലോ. വർഷയുടെ അച്ഛൻ വീഡിയോ അയച്ച് വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി കൊടുക്കുന്നു. സച്ചി ഒന്നും അറിയാതെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വണ്ടി തടഞ്ഞ് പോലീസ് പിടിക്കുന്നു. അയ്യോ സാർ, എൻ്റെ വണ്ടി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ പരിശോധിച്ചിട്ട് വണ്ടി പിടിക്കൂ എന്നൊക്കെ കേഴുന്നുണ്ടെങ്കിലും പോലീസ് വണ്ടിയുമായി പോകുന്നു. സച്ചി വണ്ടിയുടെ പുറകെ ഓടുന്നു. എന്നിട്ട് എനിക്ക് എൻ്റെ ഭാര്യ വാങ്ങി തന്നതാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നു. രേവതി നിശബ്ദമായി തലയിൽ കുനിച്ച് സങ്കടത്തോടെ ആരുടെ മുഖത്തും നോക്കാതെ മുറിയിലേക്ക് കയറുമ്പോൾ ചന്ദ്ര വിളിക്കുന്നു. നീ എന്താ ഒന്നും അറിയാത്തതുപോലെ കയറിപ്പോകാൻ നോക്കുന്നത്? എന്ന് നിന്നെ കെട്ടിയോ അന്ന് മുതലാണ് അവൻ ഇങ്ങനെ മുഴുക്കുടിയനായത്. അച്ഛൻ കണ്ടുപിടിച്ച ഒരു ദേവത വീട്ടിൽ വന്ന് കയറിയോ അന്ന് മുതൽ നാണക്കേട് കൊണ്ട് വെളിയിലിറങ്ങാനാവുന്നില്ല. അവൻ്റെ വണ്ടിയുടെ പുറകിൽ 500 പൂമാല ഒറ്റയടിക്ക് കെട്ടിയ രേവതി എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ടല്ലോ. ഇപ്പം വണ്ടി എവിടെ പോയി കാണും? അവളൊന്നും അറിയാത്തതുപോലെ രാവിലെ സ്കൂട്ടറുമായി നാട് ചുറ്റിയിട്ട് വന്നിരിക്കുന്നു. കേട്ട് സഹികെട്ട രേവതി പറഞ്ഞു, സച്ചേട്ടൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മയാണ്. തെറ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ആ മനുഷ്യനെ തിരുത്ത് നേർവഴിക്കാക്കാൻ അമ്മയായ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ 1.5 വർഷം പോലും ആകാതെ വന്ന് എന്നെ പറയുന്നത് എന്തിനാണ്? ചന്ദ്ര ഇത് കേട്ട് സ്തംഭിച്ചിരിക്കുന്നു. ഞാനല്ല അവനെ വളർത്തിയത്, ഞാൻ വളർത്തിയ 2 മക്കളും ദാ എൻ്റെ ഇരുവശത്തായി നിൽപ്പുണ്ട്. അച്ചാച്ചനും കൂടിയാണ്, അച്ചാമ്മയും കൂടിയാണ് അവനെ വളർത്തിയത്. ചന്ദ്രയെ, നീ അടങ്ങിയിരിക്കുന്നതാണ് നല്ലത്, ചുമ്മാ രേവതിയെയും അമ്മയെയും കുറ്റപ്പെടുത്താതെ. അപ്പോൾ ശ്രുതി ഏറ്റെടുക്കുന്നു. അമ്മ പറഞ്ഞതുപോലെ ഭാര്യയായി നിനക്ക് സച്ചിയെ നിയന്ത്രിക്കാമായിരുന്നു. ശ്രുതി, തെറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞാൽ പിന്നെ ആ തെറ്റ് അവൻ ആവർത്തിക്കുകയില്ലല്ലോ. നീ എല്ലാത്തിനും സച്ചിയേട്ടൻ എന്ന് പറഞ്ഞ് വളം വച്ചു കൊടുക്കും. എന്നിട്ട് സൈഡിൽ നിൽക്കും. ഞങ്ങളുടെ കാര്യത്തിൽ സച്ചി ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്? സച്ചിയേട്ടൻ പറയുന്നതിൽ എന്താ തെറ്റെന്ന്. ന്യായമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സച്ചിയേട്ടൻ ഇടപെടുകയുള്ളൂ എന്ന്. ഇപ്പം എങ്ങനെയാ എന്നൊക്കെ പറയുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നു. വർഷ പറയുന്നു, ആ മനുഷ്യൻ ചെയ്ത തെറ്റിന് എന്തിനാ രേവതി ഏട്ടത്തി എല്ലാവരുമായി കുറ്റപ്പെടുത്തുന്നത്? ഈ സമയം വർഷയുടെ അമ്മ ചന്ദ്രയെ വിളിക്കുന്നു. ചന്ദ്ര എടുക്കാൻ മടിച്ചു നിൽക്കുന്നു. അപ്പോൾ വർഷ പറയുന്നു, എടുത്ത് മറുപടി പറയൂ അമ്മേ. ചന്ദ്രേ, നിൻ്റെ വീടിൻ്റെ മുൻപിൽ ചാനലുകാർ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉടനെ വരും കേട്ടോ. നിൻ്റെ മുഴുക്കുടിയനായ മകൻ്റെ വാർത്തയാണല്ലോ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അവനെ പ്രസവിച്ച നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. വന്നു കയറിയ ഒരുത്തി ആ രേവതി, അവളെയാണ് പറയേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ വർഷ ഫോൺ പിടിച്ചു വാങ്ങി, അമ്മേ, രേവതി ചേച്ചിയെ പറയാതെ ഫോൺ വെച്ചിട്ട് പോയേ അമ്മേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. എല്ലാം കേട്ട് നിന്ന രേവതി കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നു. അപ്പോൾ വർഷയും ശ്രീയുമായി അടുത്ത് ചെന്ന് അവളെ സമാധാനിപ്പിക്കുന്നു. ചേട്ടത്തി കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ചേട്ടത്തി നല്ലതല്ലേ വിചാരിച്ചിട്ടുള്ളൂ ഇതിന്. അതുകൊണ്ട് സച്ചിയേട്ടനിങ്ങനെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഈ സമയം സച്ചി ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നു. ആദ്യം വീട്ടിൽ വരുന്നത് പോലെ വീടിൻ്റെ മുൻവശത്തു നിന്ന് വീട് മുഴുവനും നോക്കുന്നു. എന്താ വേണമെന്ന മുഖത്ത് ദയനീയ ഭാവം. ആരായിരിക്കും ഈ വീഡിയോ എടുത്ത് അയച്ചതെന്ന് ചിന്തിക്കുന്നു. വീടിനെ നോക്കി വിഷമത്തോടെ നിൽക്കുന്ന നമ്മുടെ സജിയെ കണ്ട് നമുക്ക് തന്നെ സങ്കടം വരുന്നു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ്